ആലുവയിൽ ഭാര്യാപിതാവിനെ വഞ്ചിച്ച് 107 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി മുഹമ്മദ് ഹാഫിസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഇ.ഡി. മരവിപ്പിച്ചു. കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ ഇ.ഡി. റെയ്ഡ് നടന്നു. 209 പവൻ സ്വർണവും 12 ലക്ഷം രൂപയും 7 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. കർണാടക കോൺഗ്രസ് എം.എൽ.എയുടെ പേരുള്ള സ്റ്റിക്കർ ഒട്ടിച്ച വാഹനം ഉപയോഗിച്ചതായും കണ്ടെത്തി. കാസർകോട്ടെ വ്യവസായിയുടെ അടക്കം 4,53 ലക്ഷം രൂപയും 209 പവനും 7 മൊബൈൽ ഫോണുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്തു. വ്യവസായിയായ അബ്ദുൽ ലാഹിർ ഹസനിൽ നിന്ന് മരുമകനായ കാസർകോട് സ്വദേശി മുഹമ്മദ് ഹാഫിസ് 107 കോടി രൂപയും 1000 പവനോളം ആഭരണങ്ങളും തട്ടിയെടുത്ത കേസിലാണ് നടപടി. ബംഗളൂരു, ഗോവ, കാസർകോട് എന്നിവിടങ്ങളിൽ 3 ദിവസങ്ങളിലായി നടന്ന റെയ്ഡിലാണ് മുഹമ്മദ് ഹാഫിസിന്റെയും കൂട്ടരുടെയും സ്വത്തുക്കൾ പിടിച്ചെടുത്തത്. റെയ്ഡിനിടയിലാണ് 209 പവൻ കണ്ടെടുത്തത്. ഇതോടൊപ്പം 12.5 ലക്ഷം രൂപയുടെ കറൻസിയും കണ്ടെടുത്തു. 4.4 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങളും മരവിപ്പിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ഗോവ പോലീസ് അധികൃതർ രജിസ്റ്റർ ചെയ്ത വിവിധ കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. കേസ് രജിസ്റ്റർ ചെയ്തത്. ദുബായിൽ വ്യവസായിയായ ആലുവ സ്വദേശി അബ്ദുൽ ലാഹിർ ഹസനിൽ നിന്ന് മരുമകനായ മുഹമ്മദ് ഹാഫിസ് പലപ്പോഴായി 107 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. 2017 ലാഹിർ ഹസന്റെ മകളെ ഹാഫിസ് വിവാഹം കഴിച്ചത്. വിവാഹ സമ്മാനമായി 1000 പവന്റെ ആഭരണങ്ങളും നൽകിയിരുന്നു. ഇ.ഡിയുടെ പേര് പറഞ്ഞായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. ബംഗളൂരു ബ്രിഗേഡ് റോഡിൽ കെട്ടിട സമുച്ചയം വാങ്ങാൻ കോടികൾ നൽകിയതിന് പകരമായി ഭാര്യാപിതാവിന് വ്യാജ രേഖകളാണ് നൽകിയതെന്ന പരാതിയുമുണ്ട്. മുഹമ്മദ് ഹാഫിസിന്റെ കർക്കം കർണാടക എം.എൽ.എ എന്ന സ്റ്റിക്കർ പതിച്ച വാഹനത്തിലാണെന്ന് ഇ.ഡി കണ്ടെത്തിയിട്ടുണ്ട്. എം.എൽ.എയും കോൺഗ്രസ് നേതാവുമായ N.A. ഹാരിസ് എം.എൽ.എക്ക് കർണാടക നിയമസഭ നൽകിയ സ്റ്റിക്കറാണ് വാഹനത്തിൽ പതിച്ചിരുന്നത്. ജനം, കൊച്ചി.